ബിനു, ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന നിർമ്മാതാവിൻ്റെ ഒരു വെളിപ്പെടുത്തൽ കഞ്ചാവ് ഉപയോഗവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. എന്താണ് അതിൽ വ്യക്തമായി പറയുന്നത്? തീർച്ചയായിട്ടും അതായത് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൻ തടി കുറച്ച് ചുള്ളനായി വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്ന ആ നടനെ തകർക്കാൻ വീണ്ടും നീക്കം. സെറ്റിലെ കഞ്ചാവിനെക്കുറിച്ച് ഉരിയാടാത്ത നിർമ്മാതാവിന് ആ നടൻ ചെയ്തത് വലിയ തെറ്റാണ് എന്ന് താൻ ഓർമ്മിപ്പിക്കാനുള്ള ധാർമ്മികതയുണ്ടോ എന്നും ചോദിച്ചുകൊണ്ടാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ രംഗത്ത് വന്നിരിക്കുന്നത്. ലിസ്റ്റിൻ സ്റ്റീഫൻ നമുക്ക് പരിശോധിച്ചാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമയിൽ നിർമ്മാതാവായി വന്നത്. ഒരു ചെറിയ സിനിമ നിർമ്മിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. ഇന്നിപ്പോൾ മലയാളത്തിലെ ഏറ്റവും വലിയ നിർമ്മാതാവായി മാറിയിരിക്കുകയാണ് അദ്ദേഹം. സോഷ്യൽ മീഡിയയിൽ പുതിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ് നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ ഈ ഡയലോഗുകൾ. മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ വലിയൊരു തെറ്റിന് തിരികൊളുത്തിയിട്ടുണ്ടെന്നാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞത്. അതാണിപ്പോൾ പുതിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുന്നത്. ദിലീപിനെ നായകനാക്കി ലിസ്റ്റിൻ ഒരുക്കുന്ന ദി പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രത്തിൻ്റെ പ്രൊമോഷൻ പരിപാടിക്കിടെയാണ് ലിസ്റ്റിൻ്റെ പ്രതികരണം. ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ ഒരു ചിത്രം തിരുവനന്തപുരത്ത് ഷൂട്ടിംഗ് തുടങ്ങിയിരുന്നു. ഈ സെറ്റിലെ സ്റ്റണ്ട് മാസ്റ്ററിൽ നിന്നും കഞ്ചാവ് എക്സൈസ് പിടികൂടി. അങ്ങനെ കഞ്ചാവ് പിടികൂടിയ സെറ്റിൽ സഹകരിക്കാൻ നടൻ തയ്യാറാകാതെ വീട്ടിൽ പോയി. ധാർമ്മികത പറഞ്ഞായിരുന്നു ഇത്. ഇങ്ങനെ പോയ നടൻ മറ്റൊരു സിനിമയിൽ അഭിനയിക്കുന്നതാണ് ലിസ്റ്റിനെ ചൊടിപ്പിച്ചത്. എല്ലാ വിഷയത്തിലും പ്രതികരിക്കുന്ന ലിസ്റ്റിൻ തൻ്റെ സെറ്റിലുള്ളവരിൽ നിന്നും കഞ്ചാവ് പിടിച്ചതിനെക്കുറിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അത്തരമൊരു നിർമ്മാതാവാണ് നടനെ പരസ്യമായി ഇപ്പോൾ തള്ളി പറയുന്നത്. അപ്പോൾ അതിൽ ലിസ്റ്റിൻ്റെ ഈ സിനിമയിൽ ബോബൻ കുഞ്ചാക്കോ അഭിനയിക്കുമെന്നായിരുന്നു ആദ്യം പറഞ്ഞത്. ബോബൻ കുഞ്ചാക്കോ അവസാന നിമിഷം പിന്മാറി. അതായത് ഈ സിനിമയിൽ ആദ്യം അഭിനയിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് കുഞ്ചാക്കോ ബോബനായിരുന്നു. അവസാന നിമിഷം പിന്മാറി. അതോടെ ഈ നടനെ നിർബന്ധിച്ച് കൊണ്ടുവരികയായിരുന്നു. സൗഹൃദത്തിൻ്റെ പേരിൽ അഭിനയിക്കാനായി സെറ്റിലെത്തി. ഇതിനിടെയാണ് തമ്പാനൂരിലെ ഹോട്ടലിലേക്ക് എക്സൈസ് ഇരച്ചു കയറിയത്. ബുക്ക് രൂപത്തിലുണ്ടാക്കിയ പെട്ടിയിൽ നിന്നും, അതായത് ബുക്ക് രൂപത്തിലുള്ള പെട്ടിയിൽ നിന്നും കഞ്ചാവ് പിടിച്ചു. ഈ കഞ്ചാവ് സിനിമാ സെറ്റിലുള്ളവർക്ക് വിതരണം ചെയ്യാനാണെന്ന് പോലും വാദമെത്തി. എന്നാൽ അന്വേഷണം എല്ലാ അർത്ഥത്തിലും അട്ടിമറിച്ചു. എവിടെ നിന്ന് കഞ്ചാവ് അയാൾക്ക് കിട്ടിയെന്ന് പോലും എക്സൈസ് അന്വേഷിച്ചില്ല. ജാമ്യം കൊടുത്ത് വിട്ടയക്കുകയും ചെയ്തു. ഇതോടെയാണ് നിവിൻ പോളി മടുത്ത് മടങ്ങിയത്. നിവിൻ പോളി ചില കാര്യങ്ങളിൽ ചില നിലപാടുകൾ എടുക്കാറുണ്ടല്ലോ. പ്രമുഖ സംവിധായകൻ്റെ മകൻ്റെ ചിത്രത്തിൽ അഭിനയിക്കാമെന്ന് നേരത്തെ തന്നെ ഈ നടൻ വാക്ക് നൽകിയിരുന്നു. ഇതനുസരിച്ചാണ് പുതിയ സിനിമയിൽ ജോയിൻ ചെയ്തത്. തന്നെ ചതിച്ച നടൻ മലയാള സിനിമയിൽ എത്തിയിട്ട് 15 വർഷമായെന്നും ഇതിനകം നിരവധി സിനിമകൾ താൻ ചെയ്തിട്ടുണ്ടെന്നുമാണ് ലിസ്റ്റിൻ പറയുന്നത്. പേരെടുത്ത് പറയാതെയാണ് പറയുന്നത്. ഇന്ന് ഒരു പ്രമുഖ നടൻ ഒരു വലിയ തെറ്റിലേക്ക് തിരികൊളുത്തിയിട്ടുണ്ടെന്നും ലിസ്റ്റിൻ പറഞ്ഞിരുന്നു. താനിത് പറയുമ്പോൾ ആ നടൻ ഇത് കാണുമെന്നും ആ നടൻ ചെയ്തത് വലിയ തെറ്റാണെന്ന് താൻ ഓർമ്മിപ്പിക്കുകയാണെന്നും ലിസ്റ്റിൻ പറഞ്ഞു. ലിസ്റ്റിൻ്റെ വാക്ക് സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ ഏത് നടനെ ഉദ്ദേശിച്ചാണ് ഇക്കാര്യം പറഞ്ഞതെന്നായി പലരുടെയും സംശയം. ഇതിനിടെയാണ് സൂചനകൾ കിട്ടുന്നത്. ഇതോടെ പലരും പല നടന്മാരുടെ പേരുമായി സോഷ്യൽ മീഡിയയിൽ ചർച്ച നടത്തി. എന്തായാലും മമ്മൂട്ടിയോ മോഹൻലാലിനെ കുറിച്ചല്ലെന്ന് എല്ലാവർക്കും വ്യക്തമായി. അവരെ തൊടാനുള്ള ധൈര്യം എന്തായാലും ലിസ്റ്റിന് ഇല്ലല്ലോ. പിന്നെ ഉള്ളത് ദിലീപും പൃഥ്വിരാജുമാണ്. ദിലീപ് ആ വേദിയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ദിലീപല്ല. പൃഥ്വി അങ്ങേർക്കെതിരെ ഒന്നും പറയില്ലെന്നും കമൻറ്റ്. പൃഥ്വിക്കെതിരെയും തിരിച്ചൊന്നും പറയില്ല. കാരണം നമ്മൾ ഈ എമ്പുരാനുമായി ബന്ധപ്പെട്ട സമയത്ത് കണ്ടതാണ്. ലിസ്റ്റിൻ്റെ വാർത്താ സമ്മേളനത്തിൽ പൃഥ്വിയെ പുകഴ്ത്തിക്കൊണ്ടാണ് പറഞ്ഞത്. പിന്നെ ആരാധകർ ഉയർത്തിയ പേര് നടൻ നിവിൻ പോളിയുടേതാണ്. നിവിൻ പോളി ആകുമ്പോൾ ഏകദേശം 15 വർഷത്തോളം ആയിട്ട് മലയാള സിനിമയിലുണ്ടല്ലോ. നിവിൻ തിരിച്ചെത്തിയാൽ ചവിട്ടിയോടെ ഒക്കെ ഓഫീസ് അവൻ പൂട്ടിക്കുമെന്നും നിവിൻ പോളി ബേബി ഗേളിൻ്റെ ലൊക്കേഷനിൽ നിന്ന് ഇറങ്ങിപ്പോയെന്നും അതാണ് ലിസ്റ്റിനെ ചൊടിപ്പിച്ചതെന്നും ചിലർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത സാധ്യത പ്രേക്ഷകർ പറഞ്ഞു കേട്ട നടൻ ദുൽഖർ സൽമാനാണ്. അതുകൂടാതെ ലിസ്റ്റിൻ പറഞ്ഞത് ധ്യാൻ ശ്രീനിവാസനെ കുറിച്ചാണോ എന്നുള്ള സംശയവും മറ്റൊരാൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഏതായാലും ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞ ആ വലിയ തെറ്റുകാരൻ നടൻ നിവിൻ പോളിയോ എന്ന ചർച്ച സജീവമാക്കുന്ന മറ്റൊരു സംഭവം കൂടിയുണ്ടായി. അതിനിടയിലാണ് നിവിൻ പോളിയിലേക്ക് സംശയം നീളുന്നതെന്ന് റിപ്പോർട്ടുകൾ വന്നത്. അതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്ന ലിസ്റ്റിൻ സ്റ്റീഫനും ബേബി ഗേൾ സിനിമയുടെ ഡയറക്ടറായ അരുൺ വർമ്മയും ഇൻസ്റ്റഗ്രാമിൽ താരത്തെ അൺഫോളോ ചെയ്തു എന്നുള്ളതാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇൻസ്റ്റഗ്രാമിൽ അൺഫോളോ ചെയ്തു പോയിട്ടുണ്ട്. നിവിൻ പോളിയെ നായകനാക്കി ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിക്കുന്ന ബേബി ഗേൾ എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഈ തർക്കത്തിന് കാരണമായതെന്നും വിശദീകരണം വരുന്നുണ്ട്. ഏതായാലും ബേബി ഗേൾ എന്ന ചിത്രത്തിൽ ആദ്യം നായകനാക്കാൻ തീരുമാനിച്ചിരുന്നത് കുഞ്ചാക്കോ ബോബനെയായിരുന്നു. പല കാരണങ്ങളാൽ പിന്മാറിയപ്പോഴാണ് നിവിൻ പോളിയെ തിരഞ്ഞെടുത്തത്. അപ്പോൾ അതുകൊണ്ട് അത് നിവിൻ പോളി എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും ഈ സെറ്റിലെ കഞ്ചാവും ഇതെല്ലാം തന്നെ ചർച്ചയാകുമ്പോൾ ഇപ്പോൾ നമ്മളെപ്പോഴും ശ്രീനാഥ് ഭാസിയെയും ഷൈൻ ടോം ചാക്കോയുമാണ് നമ്മൾ സംശയത്തിൻ്റെ നിഴൽ നടത്തുന്നത്. എന്നാൽ മറ്റ് നടന്മാർക്കും അല്ലെങ്കിൽ മറ്റ് സാങ്കേതിക പ്രവർത്തകർക്കും ഇതൊരു ബുക്ക് രൂപത്തിലുള്ളതിനകത്ത് കഞ്ചാവ് കൊണ്ടുവരുമ്പോൾ ഒരാൾക്ക് വേണ്ടി ഉള്ളതല്ലല്ലോ. അപ്പോൾ സിനിമാ സെറ്റുകളിൽ നിരന്തരം കഞ്ചാവ് ഒഴുകുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിതൊക്കെ. അതിനൊക്കെ പ്രത്യേകിച്ച് സർക്കാർ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തേ പറ്റൂ. ഇപ്പോൾ നമ്മളിപ്പം ഈ കഞ്ചാവ് വന്നാൽ വലിക്കും, അത് വരാതിരിക്കാനുള്ള പണിയല്ലേ നോക്കണ്ട. ഇപ്പോൾ ഇവരെല്ലാം ഉപയോഗിച്ച് തുടങ്ങിയവരാകുമ്പോൾ അവർക്കിത് ആവശ്യം വരും. വില കൂടിയതാണെങ്കിലും വാങ്ങും.
അപ്പോൾ അതുകൊണ്ട് ഇത് കഞ്ചാവ് വരുന്ന വഴികൾ അടയ്ക്കുക എന്നുള്ളതാണ്. അത് സർക്കാർ തീരുമാനിച്ചാലേ, സർക്കാർ സംവിധാനം ഉണ്ടെന്ന് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. അതായത് ഇതിനകത്ത് വേറെ പ്രശ്നമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ മേഖലയിൽ ഇപ്പോൾ 2 വിഭാഗമായി തിരിഞ്ഞിട്ടുണ്ട്. അതായത് ഒന്ന് ഈ ലഹരി ഉപയോഗിക്കാത്തവരുടെ ഒരു സംഘം, പ്രധാനമായിട്ടും അതിനകത്ത് വരുന്നത് നിർമ്മാതാക്കളാണ്. ആ ഒരു നിർമ്മാതാക്കളുടെ മേഖലയിൽ തന്നെ ഇപ്പോൾ ഒരു വിരുദ്ധാഭിപ്രായം വന്നിരിക്കുന്നു. സാധാരണ നിർമ്മാതാക്കൾ ഒറ്റക്കെട്ടാണ്. ഈ ലഹരി ഷെയ്ൻ നിഗത്തിൻ്റെ കാര്യത്തിൽ നമ്മളത് കണ്ടതാണ്. നിർമ്മാതാക്കളുടെ സംഘടനയാണ് ഷെയ്നെ വിലക്കിയത്. അപ്പോൾ അവർ പറയുകയും ചെയ്തു ഇനി ഒരു സിനിമയിൽ ഇയാൾ അഭിനയിക്കില്ല. പക്ഷേ അതിനുശേഷം ഇപ്പോൾ ലിസ്റ്റിന് ഇങ്ങനെ പറയുമ്പോൾ അതിനെപ്പറ്റി ഒരു സംരക്ഷണം കൊടുത്തുകൊണ്ട് ലിസ്റ്റിന് മുന്നോട്ട് പോകുമ്പോൾ അതുണ്ടാക്കാൻ സാധ്യതയുള്ള പ്രശ്നം വളരെ വലുതാണ്. നിർമ്മാതാക്കൾക്കിടയിൽ അതൊരു ദ്വന്ദ്വാഭിപ്രായത്തിലേക്ക് വരും. 2 അഭിപ്രായം, ഒരു കാര്യത്തെപ്പറ്റി 2 അഭിപ്രായം വരുമ്പോഴത്തേക്ക് അവിടെ ഒരു തർക്കം ഉണ്ടാകും. ഈ തർക്കം ഒരു വശത്ത് ലഹരിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനിടയാക്കും, മറ്റൊരു വശത്ത് കൂടുതൽ സിനിമാ മേഖലയെ സങ്കീർണമാക്കും. അതായത് ഈ എന്ത് പറയും, ഇവരെ ഒരു വിഭാഗം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുകയും ഒരു ഭാഗത്ത് ചെറിയ തോതിൽ പ്രത്യക്ഷമായിട്ടല്ല പരോക്ഷമായിട്ടെങ്കിലും ഒരു സംരക്ഷണം കൊടുക്കുകയും ചെയ്താൽ അത് സിനിമാ മേഖലയെ ബാധിക്കാൻ പോകുന്നത് വളരെ ഗുരുതരമായിട്ടായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ ഈ നടന്മാർക്കിടയിൽ പറയുന്ന പോലുള്ള കാര്യമല്ല ഈ നിർമ്മാതാക്കൾക്കിടയിൽ. ഇപ്പോൾ ഒരു സംവിധായകരുമായിട്ട് നടന് പ്രശ്നം ഉണ്ടാവുകയോ അല്ലെങ്കിൽ നടന്മാർ തമ്മിൽ പ്രശ്നം ഉണ്ടാവുകയോ നടന്മാരും സംവിധായകരും തമ്മിൽ പ്രശ്നം ഉണ്ടാവുകയോ ചെയ്താലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളല്ല സിനിമയിൽ ബാധിക്കുക. പക്ഷേ ഒരു നിർമ്മാതാവും മറ്റാരെങ്കിലുമായിട്ട്, അതൊരു സിനിമയിൽ ഏത് വ്യക്തിയും ആയിക്കോട്ടെ, അത് നടനായിക്കോട്ടെ, സംവിധായകനായിക്കോട്ടെ, ടെക്നിക്കലായിക്കോട്ടെ, റൈറ്റർ ആയിക്കോട്ടെ, ഇത് ഒരു നിർമ്മാതാവുമായിട്ട് തർക്കമോ പ്രശ്നമോ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആ സിനിമ ചലിക്കാൻ വലിയ പ്രയാസമായിരിക്കും. ആ പ്രശ്നം സിനിമാ മേഖലയെ ഗുരുതരമായി ബാധിക്കുകയും ചെയ്യും. ശരിയാണ്. ഇപ്പോൾ ഈ നടൻ സിനിമ ഉപേക്ഷിച്ച് പോയി, ഇല്ല ഞാൻ അഭിനയിക്കുന്നില്ല എന്ന് പറഞ്ഞു പോയി, അത് ഉണ്ടാക്കുന്ന ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ 2 പേരും വാശിയുടെ അങ്ങറ്റത്ത് നിൽക്കും. ഇപ്പോൾ ഡയറക്ടറും നടനും തമ്മിലാണെങ്കിൽ പിന്നെ അവിടെ കോംപ്രമൈസിൻ്റെതാണ്, ഇവിടെ പണത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റും കൂടെ വരുന്നതാണ്. അപ്പോൾ അത് വലിയ തർക്കങ്ങളിലേക്കും രൂക്ഷമായ പ്രശ്നങ്ങളിലേക്കും മാറും. പിന്നെ ലഹരിയിലേക്ക് വന്നാൽ, ലഹരി നമ്മൾ നിരന്തരമായി ചർച്ച ചെയ്യുന്ന കാര്യമാണ്. ഈ നിരന്തരമായി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും പറയാറുള്ള ഒരു കാര്യം, സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇടപെടൽ വേണം. സർക്കാർ, അതായത് സിനിമാ മേഖലയിലെ ഈ പ്രശ്നങ്ങൾ പഠിച്ച് ഇതിനകത്ത് ലഹരി പ്രശ്നം, നമ്മൾ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നത്തിനായിട്ടാണ് ഹേമ കമ്മിറ്റി വന്നത്. പക്ഷേ ഇതിനകത്ത് ഒരു പ്രത്യേക സമിതി രൂപീകരിച്ച്, അതായത് എക്സൈസിൻ്റെയും പോലീസിൻ്റെയും ഒരു സമിതി രൂപീകരിക്കുക. ആ സമിതി ഈ സിനിമാ മേഖലയെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യാനും അവിടുത്തെ ലഹരിയെ നിയന്ത്രിക്കാനുമായിട്ട് ഒരു സമിതി രൂപീകരിക്കുക. മിനിമം ഒരു SP എങ്കിലും ചുമതലയിലുള്ള അതേ നിലവാരത്തിൽ തന്നെ ഉള്ള ഒരു എക്സൈസ് ഉദ്യോഗസ്ഥനുമുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ച് അത് സിനിമാ പ്രവർത്തനങ്ങളെ കൃത്യമായി വിലയിരുത്തുകയും നിയന്ത്രിക്കുകയും ചെയ്താൽ ഒരു പരിധിവരെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റും. അതിന് കൃത്യമായിട്ടുള്ള അധികാരികൾ, അതിന് കൃത്യമായിട്ടുള്ള ഉദ്യോഗസ്ഥർ അതിനെ കൃത്യമായി ഒബ്സർവ് ചെയ്ത് അതിനെ നിരന്തരം നിരീക്ഷിച്ച് നിയമ നടപടികൾ കൈക്കൊണ്ടാൽ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.